ഹലോ, നമുക്കിന്ന് ഒരു ബ്രൈഡിൻ്റെ ബ്ലൗസ് ചെയ്യാനുണ്ട്. 3 ബ്ലൗസ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ പാറ്റേൺ ഞാൻ വെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ മെഷർമെൻ്റ് ഒക്കെ എഴുതുന്ന ബുക്കാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലുള്ള ഈ 2 ക്ലിപ്പിന് മാത്രമേ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്ലീവ് കട്ടിങ് നോക്കാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇത്, ഈ ആം ഹോൾ കർവ്. കർവ്സൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതെന്തായാലും വേണം. നമുക്കിനി സ്ലീവിൻ്റെ മാർക്കിങ് നോക്കാം. ഇവിടെ നമുക്ക് 4 മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത്. സ്ലീവ് ലെങ്ത്ത്, സ്ലീവിൻ്റെ റൗണ്ട്, ആം ഹോള്, എറൗണ്ട്. എറൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ റൗണ്ടാണ്. അതായത് സ്ലീവിൻ്റെ ആ ഒരു തടിയുള്ള ഭാഗത്ത് വരുന്ന മസിൽ റൗണ്ടാണ് നമ്മുടെ എറൗണ്ട്. അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 10.25 ഇഞ്ചസിൽ ഒരു ലൈൻ വരയ്ക്കണം. വരയ്ക്കണം. ഇനി താഴെ നമുക്ക് ഇനി താഴെ നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ പകുതി 4.5 ഒരു മാർക്കിങ് കൊടുത്തു. ഇനി അടുത്തത് ആം ഹോള്. ആം ഹോള് നമുക്ക് 15.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ലൈനിങ് ഉള്ള ബ്ലൗസാണ്. അതുകൊണ്ട് തന്നെ 15.5 + 1 16.5 ഡിവൈഡഡ് ബൈ 2 8.25. ഇതാണ് നമുക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ എറൗണ്ട് നമുക്കിവിടെ 12.5 ആയിരുന്നു. 12.5 കൂടി +1 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13.5 ആയി. അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 6.25 കിട്ടും. ഈ രണ്ടും ആണ് ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇതിൻ്റെ കൂടെ +1 ആഡ് ചെയ്തത്. ഇവിടെ ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയിരുന്നെങ്കിൽ നമ്മൾ 1/2 മാർക്ക് ചെയ്താൽ മതിയായിരുന്നു, 0.5 മാർക്ക് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് സെയിം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലിനി ഇത് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എറൗണ്ട് വന്നിട്ടുള്ളത് 6.25 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്കിതിവിടെ 6.25 ഇഞ്ചസിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആം ഹോൾ കിട്ടിയിട്ടുള്ളത് 8.25 ആം ഹോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ 8.25 നിന്ന് മൈനസ് ഒരു 0.5 ചെയ്യുക. അപ്പോൾ നമുക്ക് 7.25 കിട്ടും. ഈ 7.25 നമ്മൾ ഇവിടെ വെച്ചിട്ട് എവിടെയാണോ ഈ 7.25 വരുന്നത് അവിടെ ഒരു മാർക്കിങ് കൊടുക്കണം. നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഡെപ്ത് കിട്ടിയിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ എറൗണ്ട് 6.25 ഇഞ്ചസ് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് ആ ഡെപ്തിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 3.5 കിട്ടിയിട്ടില്ലേ, അത് ഇവിടെ പകുതി മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചസോളം മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യണമായിരുന്നു, ഞാൻ പറയാൻ വിട്ടു. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കർവ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 8.25 ആയിരുന്നു നമ്മുടെ ആം ഹോൾ റൗണ്ട്. അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് 8.25 കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം. കറക്റ്റ് നമുക്കിവിടെ 8.25 കിട്ടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു 9 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 9ൻ്റെ പകുതി 4.5 അതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോള് നമുക്ക് ജസ്റ്റ് ഒരു 1/4 ഇഞ്ചോളം ഒന്ന് കുഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫോൾഡഡ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കായിരുന്നു, ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കട്ടിങ് വരുന്നത്. ഇതിന് നമ്മൾ തുണിയിലേക്ക് വയ്ക്കുമ്പോൾ ഇവിടെയും 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 സീം അലവൻസ് ഇടണം. ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ 1.5 ഇഞ്ചുമാണ് ഞാൻ ബ്രൈഡൽ ബ്ലൗസ് ചെയ്യുമ്പോൾ സാധാരണ സീം അലവൻസ് ഇടാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ വീഡിയോസ് ആയിട്ട് വരാം. താങ്ക്